ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ക ഹയാ. നിങ്ങൾ അള്ളാഹുവിനെ ലജ്ജിക്കേണ്ട പ്രകാരം ലജ്ജിക്കുകയും അള്ളാഹുവിനെ എങ്ങനെയാണ് നിങ്ങൾ ഹയാ ചെയ്യേണ്ടത്, ആ രൂപത്തിലുള്ള ലജ്ജ അള്ളാഹുവിനോട് നിങ്ങൾ കാണിക്കണം. അപ്പൊ മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പടച്ചോനെ, ഓ നബിയെ, നസ്തഹി അൽഹംദുലില്ലാഹ്, നസ്തഹി അൽഹംദുലില്ലാഹ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഓ നബിയെ, ഞങ്ങൾ അല്ലാഹുവിനെ ലജ്ജിക്കാറുണ്ട് നബിയെ, അൽഹംദുലില്ലാഹ്. എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചതാണ്. നമ്മൾ അല്ലാഹുവിനെ ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിക്കാറുണ്ട് നബിയെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുക്കാണ് സ്തുതി എന്ന് പറഞ്ഞു. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിനോട് പറഞ്ഞു, ലൈസ ദാലിക, നിങ്ങൾ വിചാരിക്കുമ്പോൾ പോലെയുള്ള ലജ്ജ അല്ല, അതല്ല ലജ്ജ. ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിനെ ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ അൻ തഹ്ഫദ റഅസ വമാ ഹവാ വൽ ബത്ന വമാ വആ വതദ്കുറ അൽ മൗത വൽ ബിലാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്നത്തെ ഈ കാലം എന്ന് പറഞ്ഞാൽ ലജ്ജ പറഞ്ഞാലാണ് എന്തിനും ലജ്ജയില്ല. പണ്ടത്തെ കാലത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഏകദേശം അതങ്ങനെ കാണുന്നുണ്ടല്ല, അല്ല, മനുഷ്യന്മാർ കാണാത്ത പോലെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു കാലത്ത്, മനുഷ്യന്മാർ കാണാത്ത പോലെ രാത്രി തെറ്റ് ചെയ്യുന്നു, ആരും ഇല്ലാത്തപ്പോ തെറ്റ് ചെയ്യുന്നു, എല്ലാം. ഇപ്പൊ ആ കാലത്ത് പോയി. പണ്ടെല്ലാം ഇപ്പൊ എല്ലാം കൈത്തോമ്പിലാണ് സിനിമ കാണുന്ന പരിപാടിയെല്ലാം. കയ്യിൽ ഒരു ബട്ടൺ എത്തിയാൽ മതി, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിലിമുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കാണാം. പണ്ടെല്ലാം സിനിമക്ക് പോയിരുന്ന കാലമായിരുന്നു. ഇന്നുണ്ടെന്നാ പറയുന്നത്. പണ്ട് കുറച്ച് ആൾക്കാർ സിനിമക്ക് വന്നു. അതപ്പോ നല്ല ദിവസത്തിൽ, ഇന്നലെ അയാത്താക്കുന്ന ദിവസത്തിൽ മറ്റേ പെരുന്നാളിന്റെ രാത്രി പെരുന്നാൾ കഴിഞ്ഞ രാത്രി എല്ലാം ഒന്നിച്ച് എല്ലാവർക്കും അതുപോലെ തന്നെ രാത്രിത്തെ ഇതാണ് നോക്കുന്നത്. കാണണ്ട നാട്ടുകാർ കാണണ്ട. കള്ളു കുടിക്കുന്ന ആളുകളിലും കള്ളു ഷാപ്പിൽ പോകുമ്പോ എന്തൊരു ഞാനൊരു മുസ്ലിമാണ് എന്ന് അറിയരുത് എന്ന രൂപത്തിലുള്ള ഒരു ചുറ്റുപാടൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. പണ്ടല്ലോ പണ്ടത്തെ ആളുകൾ. ഇന്നാണല്ല, ഇന്ന് വ്യഭിചാരമടക്കം പരസ്യമായിട്ട് നമ്മുടെ ഓരോ ക്യാമ്പസിൽ പോയി നോക്കിയാൽ കാണും. സുബ്ഹാനല്ലാഹ്, ക്യാമ്പസിന്റെ അടുത്തുള്ള ക്യാൻറ്റീനുകളിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡുകളിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ, യുവതികൾ, മുസ്ലിം പെണ്ണു മക്കളടക്കം ബ്രിസ്റ്റോൾ വലിക്കുന്ന, അല്ലെ, സിഗരറ്റ് വലിക്കുന്ന കാഴ്ചകൾ. എന്താ കാരണം? ലജ്ജ നഷ്ടപ്പെട്ടു പോയതാണ്. മുസ്ലിങ്ങളായ ആളുകൾ പോലും പരസ്യമായിട്ട് വലിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. ഏതെങ്കിലും ഒഴിച്ച അതുകൊണ്ടല്ലേ നമ്മൾ ഈ ടോയ്ലറ്റില് സെലക്ട് ആക്കുന്ന വലിക്കുന്ന ആളുകളിൽ ടോയ്ലറ്റ് വലിക്കുന്ന കാര്യം കാണണ്ട. പിന്നെ പോകാൻ ഒരു ബുദ്ധിമുട്ടാവും. കുറച്ച് പണം വരും എന്നെങ്കിലും അതിന്റെ അങ്ങനെയുള്ള ആ പദ്ധതികൾ പോലും ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണുമക്കൾ പരസ്യം വഹിക്കാൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ ഇരുന്നിട്ട് ആൺമക്കളോട് കൂടി എന്റെ തോളിൽ ഒരു കൈവച്ച്. എന്താ കാരണം? ലജ്ജ നഷ്ടപ്പെട്ടു പോയതാണ്. ലജ്ജയെ കുറിച്ച് ഇസ്ലാം പറഞ്ഞ അഭിമാനങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഉള്ളിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയി എന്നതിന്റെ ഒരു അടയാളമാണ്. ഏതാവട്ടെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ നിങ്ങളുടെ തലയെ സൂക്ഷിക്കലാണ്.
തല സൂക്ഷിക്കുമ്പോ ആ തലയുമായി ചുറ്റിവച്ചിരിക്കുന്ന ഒരുപാട് പാഴ്സുകളുണ്ട്. അതിനെ നിങ്ങൾ സൂക്ഷിക്കാനാർത്ഥം അല്ലെ? തലയിലുള്ളതല്ല നമ്മുടെ ചെവി, തലയിലുള്ളതാണ് നമ്മുടെ കണ്ണ്, തലയിലുള്ളതാണ് നമ്മുടെ നാവ് അല്ലെ? തലയുടെ ആ ബൗണ്ടറിയുമായി ചുറ്റിവച്ച് നിൽക്കുന്ന ഒരുപാട് പാർട്സുകളാണ്. അതിനൊക്കെയും നിങ്ങൾ നല്ലോണം സൂക്ഷിക്കലാണ് സ്വഹാബ. അവ കണ്ണുകൊണ്ട് ഹറാമായ കാഴ്ച കാണുന്നതിനെ തൊട്ട് നിങ്ങളുടെ കണ്ണിന് നിങ്ങൾ തടസ്സം കൊടുക്കണം. അതാണ് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹജ്ജാന്ന് പറഞ്ഞ ലജ്ജാന്ന് പറഞ്ഞ. കണ്ണുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെല്ലാം കാണാനല്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയതെല്ലാം കാണാനുള്ളതല്ല കണ്ണ് പറഞ്ഞാൽ. കണ്ണ് തന്നത് അള്ളാഹുവാണ്. ആ ഒരു കാഴ്ച നിങ്ങൾ നോക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഇവിടെ ഉള്ളിലൊരു ചിന്ത വരണോ, ഈ കണ്ണ് തന്ന പടച്ചവൻ ഇത് ഇഷ്ടപ്പെടുന്നതാണോ അല്ലേ? നമ്മുടെ ചെവി കൊണ്ടൊന്ന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ശബ്ദം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശബ്ദമാണോ അല്ലേ? നമ്മുടെ നാവ്, ഈ നാവ് കൊണ്ട് നാം സംസാരിക്കുമ്പോ ഈ സംസാരം അത് ഹറാമായതാവോ അല്ല ഹലാലായ രൂപത്തിലാവോ, ഇതൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊണ്ടുപോകാൻ ലജ്ജാതാണ്. പടച്ചറബിനോട് കാണിക്കേണ്ട ലജ്ജത. അതുപോലെ നിങ്ങളുടെ പണ്ടയെ നിങ്ങൾ സൂക്ഷിക്കാനാണ്. പണ്ടയുമായി ചുറ്റുവച്ച് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ നമ്മുടെ വയറ്റിലേക്ക് കൊടുക്കുന്ന എപ്പോഴും ഹലാലായ ഭക്ഷണമായിരിക്കും, ഹലാലായ വെള്ളമായിരിക്കണം. പള്ളയുമായി ചുറ്റുവച്ചിരിക്കുന്ന എന്തൊക്കെയുണ്ട് നമ്മുടെ ഗുഹ്യസ്ഥാനം, പള്ളയുമായി ചുറ്റുവച്ച് നിൽക്കുന്നത് ആ ഗുഹ്യസ്ഥാനം. അതിനെപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുന്നവരാകണം. ഇതാണ് അല്ലാഹുവിനോട് ചെയ്യേണ്ട അതുപോലെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും മരണത്തിനെ ഓർക്കണം, മരണത്തിനെ ഓർക്കണം. അതുപോലെ മരണത്തിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്, ഒരുപാട് അവസ്ഥകളുണ്ട്. ഇപ്പോ ഈ ആഴ്ചയിലൂടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ, ലേറ്റസ്റ്റ് കവർ അല്ലെ, പുതിയൊരു കവർ. പണ്ടെല്ലാം കവർ കാരണമെങ്കിലും ഒരു മനുഷ്യനൊരു പേടിയല്ലേ, ഇല്ലെങ്കിൽ കാണുമ്പോ ഒരു പേടി. റസൂൽ പറഞ്ഞല്ലോ, വന്ന അഫ്ലാമിനെ കവർ, അവരിനേക്കാൾ ഭയാനകമായ ഒരു സ്ഥലം, ഒരു പേടി തോന്നുന്ന ഒരു സ്ഥലം എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. കാണുന്ന ഒരു പേടിയാണ്. അതും ഇത് ഇല്ലാതാക്കുന്ന പരിപാടിയാണ്. എങ്ങനത്തെ അവരുണ്ടാക്കിയാലും ഉള്ളിൽ കിടക്കുന്ന ആളുകൾ അതിന്റെ അവസ്ഥകളും വേദനകളും അനുഭവിക്കേണ്ടത് ഉള്ളിലുള്ള ആളുകളാണ്. അത് വേറെ വിഷയം. ഇപ്പൊ എങ്ങനത്തെ അവരുണ്ടാക്കിയാലും മുഖ്യമന്ത്രിന്റെ ചോദ്യത്തിന് തടസ്സപ്പെടാൻ കഴിയുള്ളത്. ഉള്ളിൽ അനുഭവിക്കുന്ന അതാപുകൾ, ആ അതാപുകൾക്ക് തടസ്സപ്പെടാൻ കൊണ്ടെടുത്താൻ കഴിയൂല. അപ്പൊ അങ്ങനെയാണ്. ഏതായാലും അങ്ങനെ പുതിയ പുതിയ കാലം മാറുമ്പോൾ കാലത്തിനകത്തിലെ ആളുകൾ അവരിനെയും മാറ്റാൻ തുടങ്ങി. എന്തെല്ലാം വരാനുള്ള അല്ലാഹു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾ എപ്പോഴും മരണത്തിനെ ഓർക്കുക. മരിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കാൻ പോകുന്ന അവസ്ഥകളെയും നിങ്ങൾ ഓർക്കൂ. ആ ഓർക്കലാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ടത് അഞ്ചാന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരാൾ നല്ല രൂപത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹറാമ് ചെയ്യാൻ ആളെ കൊണ്ട് പറ്റൂല. അത് ചിന്തിച്ചത് കൊണ്ടായിരിക്കും ഇന്നലെ നമ്മുടെ ആ രൂപത്തിൽ അല്ലെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയപ്പോ കരഞ്ഞത് ഇതുകൊണ്ടായിരിക്കും, ഈ അധികം പഠിച്ചതുകൊണ്ടായിരിക്കും. എന്റെ ഗുഹ്യസ്ഥാനം മനുഷ്യൻ പോട്ടെ പരസ്യമായ ആളുകൾ കാണുന്നത് പോട്ടെ, മനുഷ്യനല്ലാത്ത ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മാത്രം കണ്ടാൽ മതി, മറ്റൊന്ന് കാണണ്ട എന്ന ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നത് ഈ ഹദീസ് പഠിച്ചത് കൊണ്ടായിരിക്കും. നമുക്ക് അങ്ങനെയുള്ള ഈമാൻ തരട്ടെ. ഇവിടെ സമുദായത്തിന് അള്ളാഹുവിന് ഈ ഹയാത്ത് നൽകട്ടെ. അള്ളാഹു പ്രത്യേകിച്ച് ഇവിടെ സമുദായത്തിലുള്ള പെണ്ണുമക്കൾ വളർച്ചവനെ ഏത് രൂപത്തിലും തോന്നിയതുപോലെ നാക്കായ മൃഗങ്ങളെക്കാൾ അപ്പുറമായി. കാരണം മൃഗത്തിനെ നിയന്ത്രിക്കുന്ന ഒരു മുതലാളി ഉണ്ടാവും. ചിലപ്പോ ആ മുതലാളി പറഞ്ഞതുപോലെങ്കിലും അതനുസരിക്കും. പക്ഷേ നമ്മുടെ പെണ്ണുമക്കൾ അങ്ങനെയല്ല. വീട്ടുകാരും ഏതായാലും കഴിവഴിക്കും. സമുദായങ്ങൾ ഉപദേശിച്ചാൽ അവർക്കെതിരായി കേസും കോടതിയുമായി കയറുന്ന ഒരു കാലമാണ്. അല്ലാഹ് നമ്മുടെ യുവതികൾക്ക് നീ ഹയാത്ത് നൽകണേ, അല്ലാഹ് ഈമാൻ നൽകണേ.
ആരെങ്കിലും സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ ചെയ്യുന്ന തോന്നിവാസങ്ങളുടെ പേരിൽ, തെറ്റുകളുടെ കുറ്റങ്ങളുടെ പേരിൽ ഒന്നടങ്കം സമുദായത്തിനെ തന്നെ നീ പരീക്ഷിക്കല്ലേ അള്ളാ. അപകടങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, മുസീബാത്തുകളെ കൊണ്ട്, ബലാഹുകളെ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അള്ളാ. പഠിച്ചവനെ എല്ലാവരുടെ കൽവിലും നീ ഈമാനിന്റെ വെളിച്ചമിട്ട് കൊടുക്കണേ അള്ളാ. ധാരാളം മരിക്കുന്നതിന് മുമ്പ് നന്ദര ജീവിതത്തിലുള്ള അമലുകൾ ചെയ്തു വെക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ. റബ്ബേ, ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ. ബേജാറുകൾ തീർത്തു കൊടുക്കണേ അള്ളാ. രോഗങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാ. കടങ്ങൾ റബ്ബേ വീഴാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അള്ളാ. നാട്ടിലും ഗൾഫിലും പല രാജ്യങ്ങളിൽ പോയി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരുടെ കച്ചവടങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അള്ളാ. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശരീരത്തിന് ആഫിയത്ത് നൽകല്ലോ, ആരോഗ്യം നൽകണേ റബ്ബേ, മനസ്സമാധാനം നൽകണേ അള്ളാ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ അവർ ഏത് പള്ളിയുടെ പരിസരങ്ങളിലാണെങ്കിലും ഏത് മണ്ണിൽ അവർ കിടക്കുന്നുണ്ടെങ്കിലും പടച്ചവനെ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി, മർഹമത്ത് നൽകി അവരുടെ ഖബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ളാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على